ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു 6-7 ചട്ടിയോളം ചെറിയ ചട്ടിയും അല്പം മീഡിയമായിട്ടുള്ള ചെടിച്ചട്ടിയും നമുക്ക് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ജമന്തിയുടെ തൈ വിത്തിട്ടപ്പോൾ അത് പൊടിച്ച് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളകിൻ്റെ അരിയിട്ട് പൊടിപ്പിച്ചതുമുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നത് തന്നെ നിർത്തിയിരുന്നാൽ നല്ലവണ്ണം വളർന്ന് കിടത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3-4 ചട്ടി ഒഴിവാക്കിയിട്ട് നമുക്കതിലേക്ക് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് വെച്ചിട്ട് നമുക്ക് തണലത്ത് 2 ദിവസം വെച്ചിരുന്നാൽ അത് നല്ല ഫ്രഷായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് മുകളിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിലെല്ലാം ഞാൻ ഇട്ടത് കുറച്ച് ചവറ്, അപ്പം ഇതുണ്ടല്ലോ, എന്തോന്നാ, പ്ലാവിൻ്റെ ഇല എല്ലാം ഉണങ്ങിയതും കരിയിലയും എല്ലാം കൂടി ഇട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ മേളിലേ എടുത്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ചാണകപ്പൊടി വാങ്ങാത്തത് കൊണ്ട് ഞാൻ ഇത് ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ചാണകപ്പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം കുറേശ്ശെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വയ്ക്കാം. അപ്പോൾ അത് എല്ലാം നടാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നടാനുള്ള ചട്ടിയേ ഉള്ളൂ. അപ്പോൾ കുറച്ചങ്ങ് നട്ട് വയ്ക്കാം. മുളകൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ, മുളകും പിന്നെ ജമന്തിയും. നല്ല പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ ഇഷ്ടംപോലെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ചെടിയാണ് ജമന്തി. പിന്നെ അതിൽ നിന്ന് നമുക്ക് വിത്തെടുക്കാൻ വേണ്ടി നമുക്ക് ശരിയാക്കി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇനിയും ചട്ടികൾ ഒഴിവാക്കി എടുക്കാനുണ്ട്. വേണ്ടാത്ത കുറച്ച് ചെടികൾ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചെടികളായിട്ട് വച്ച് പിടിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഓരോ ദിവസമായിട്ട് ചെയ്യാം. ഉച്ചയ്ക്ക് നല്ല വെയിലായത് കാരണം നമുക്ക് മുകളിലൊന്നും കയറാനേ കഴിയില്ല. ഇപ്പം 3:30 ആയിട്ടും 3:30-4 മണിയായെന്ന് തോന്നുന്നു. എന്നിട്ട് പോലും നല്ല വെയിലാണ്. മുകളിലും ഫുള്ളും നല്ല വെയിലാണ്. അപ്പം ഇത് ഇത്രയും നമുക്ക് സെറ്റ് ചെയ്ത് താഴെ തന്നെ വെച്ച് സെറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ചെടി ഇങ്ങ് കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് ഇവിടെ വെയിലില്ലാത്ത സ്ഥലത്തേക്ക് വയ്ക്കാം. മുകളിൽ നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ തന്നെ വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ചട്ടി ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ പോയി നമുക്ക് ഏതൊക്കെ ചെടിയാണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് വെള്ളം നനച്ച് കൊടുക്കാം. ചാണകപ്പൊടി നനയാതെ മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തായിരുന്നാൽ ഞാൻ മേളിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമുക്കിത് നല്ല റെഡിയായി ഇരിക്കും. അപ്പോൾ ഇതിങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓസിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ചെടികൾ മാറ്റാനായിട്ടുണ്ട് എനിക്ക്. എല്ലാം ചെയ്യണ്ടേ, അപ്പോൾ നമുക്ക് സമയം തികയത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ചെയ്യാനും തോന്നില്ല. ഭയങ്കര വെയിലായത് കാരണം നമുക്ക് ജോലി ചെയ്യാനേ തോന്നില്ല ഒന്നും. രാവിലെ ചെയ്തിട്ട് ഇറങ്ങുന്നത് തന്നെ കേട്ടോ. ഞാൻ പിന്നെ ഏതെങ്കിലും സെയിലിനായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ മാത്രമാണ് ആമ്പലെടുക്കാനും ട്യൂബർ എടുക്കാനും ഒക്കെ മേളിലോട്ട് ഓടുന്നത്. അല്ലാതെ ഈ വെയിൽ കാരണം ഇപ്പം അങ്ങോട്ട് മുകളിലോട്ട് പോകാറേ ഇല്ല. വൈകുന്നേരമാണ് കുറച്ചും കൂടെയൊക്കെ പോയി നോക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഞാൻ വരുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വച്ചിട്ടുണ്ട്. എല്ലാത്തിലും ആയി. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മുളകിൻ്റെ തൈ പൊടിച്ച് നിൽപ്പുണ്ട്. ഇത് മുളകാണ്. അപ്പോൾ ഇത്രയും ഹൈറ്റിലായി. ഒരു 7-8 ഇലയുടെ പരുവത്തിനായി കഴിഞ്ഞു. അപ്പം നമുക്കത് പതുക്കെ എടുക്കാം. ഒരു വശമില്ലാതെയാണ് ആ മുളക് നിൽക്കുന്നത്. അപ്പോൾ അതത്രയും നമുക്ക് എടുക്കാം. കുറച്ചെങ്കിലും എടുക്കാം. എല്ലാത്തിനും ചട്ടിയില്ലല്ലോ, അതാണ്. അപ്പോൾ ഇത്രയും ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കൊണ്ടുപോയി വച്ചിട്ട് അടുത്തത് നമുക്ക് ജമന്തിയുടെ തൈ എടുക്കാം. അപ്പോൾ ഇതങ്ങ് ആദ്യം വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഇച്ചിരി വലിയ ചട്ടിക്കകത്ത് ഇത് വയ്ക്കാം. എന്നുവെച്ചാൽ മുളകല്ലേ, അപ്പം നമ്മൾ ഇച്ചിരി വലുതായിട്ട് തന്നെ നട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. വെള്ളം അകത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി നട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം. അപ്പോൾ ഈ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ നട്ടുകൊണ്ട് ഇത്രയും ഹൈറ്റിലായി അതിനകത്ത് നിന്നിട്ട്. ഞാനിപ്പോൾ വാങ്ങിയ മുളക് ഉണക്കുമ്പോൾ കിട്ടുന്ന അരിയാണ് ഞാനിട്ട് പൊടിപ്പിച്ചത്. അങ്ങനെ അതിനകത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. തന്നെ അങ്ങ് ഇതായിട്ടുണ്ട്. ഇതിനി ഇതിലേക്ക് വയ്ക്കാം. ഇതിലേക്ക് വയ്ക്കാം. 3-4 എണ്ണം, എനിക്ക് തോന്നുന്നു 2 എണ്ണമൊക്കെ ഒരുമിച്ച് വയ്ക്കാൻ തോന്നുന്നു. എനിക്ക് സ്പേസും ഇല്ല.
ചട്ടികളും ഇല്ല, ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം പിന്നെ 2 വീതം വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇതുപോലെ നിൽക്കുന്നില്ല, അതിനകത്ത് ഹൈറ്റ് കൂടിപ്പോയി. അതെ, മറിഞ്ഞു പോകുന്നു. അത്രയ്ക്കും ഹൈറ്റായിപ്പോയി. അത് ഒരു കമ്പ് വല്ലതും വെച്ച് കുത്തി ഊന്നി നിർത്തണം. ഇനി നമുക്ക് 2 നടാം കേട്ടോ. നമുക്ക് ഇനിയും മുളക് അതിനകത്ത് നിൽപ്പുണ്ട്, പക്ഷെ ഞാൻ എടുത്തില്ല. എന്ന് വെച്ചാൽ ഇച്ചം വന്നു പോയാലോ, പിന്നെ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അപ്പോൾ 2 വീതം, ഒന്നിൽ 2 വീതം വയ്ക്കാം നമുക്ക്. അതാ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും വയ്ക്കാം. ഇതിൽ നമുക്ക് ഇതുപോലെ വയ്ക്കാം. 2 ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു ദിവസം ഞാൻ എത്ര പ്രാവശ്യമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല ടെറസിൻ്റെ മുകളിൽ കയറുന്നത്. ഇതുപോലെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഇത് തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് ജമന്തി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് ഇനി ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രാവശ്യം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഒരു ദിവസം കയറും ഞാൻ. അങ്ങനെയാണ് ഒത്തിരി പ്രാവശ്യം. അതായത് നല്ല ഹൈറ്റായിപ്പോയി കേട്ടോ, നിൽക്കുന്നേ ഇല്ല. അതിനി ഒരു കമ്പും കൂടെ കുത്തിയാൽ അത് നിൽക്കത്തുള്ളെന്ന് തോന്നുന്നു. ഇതിൽ ഒരെണ്ണവും കൂടി നമുക്ക് വച്ച് കൊടുക്കാം. ഇനി അവിടെ നിൽപ്പുണ്ട്. നാളെ ചട്ടിയെല്ലാം ഒഴിവാക്കി എടുത്തതിന് ശേഷം നമുക്കത് പിഴുതെടുക്കാം. ഇതിപ്പോൾ ഈ ഉള്ളതിൽ ഇനിയിപ്പം നമുക്ക് ഒരു 3-4 ജമന്തിയും കൂടെ നമുക്ക് നടാം. ഇതാണ് ജമന്തിയുടെ തൈ. ഇവിടെ നിന്നത് തന്നെ മഞ്ഞയാണെന്നാണ് തോന്നുന്നത്. മഞ്ഞയുടെ വിത്താണ്. ഞാൻ മഞ്ഞ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തിട്ട് പൊടിച്ചാണ്. അപ്പോൾ ഇത്രയും കൂടെ ഒരുമിച്ച് നിന്നാൽ അത് ശരിയാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു 4 ചട്ടിയും കൂടെ ഉണ്ട്. 4 നമുക്കത് മാറ്റി വയ്ക്കാം. രാവിലെ വെള്ളം ഒഴിച്ചതാണ്, നല്ല ഉണങ്ങിപ്പോയി. ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുവാണ്. ഈ ഒരെണ്ണം കയറുമ്പം തന്നെ അണയ്ക്കുന്നുണ്ട്. ഈ ഒരെണ്ണം കൂടെ എടുക്കാം അല്ലേ? എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഹാർഡായി നിൽപ്പുണ്ട്. ഉണങ്ങിപ്പോയി, വെള്ളം ഇല്ല. അതിൽ 2 വന്നിട്ടുണ്ട് കേട്ടോ. 2 3 ആയി. അയ്യോ, ഇനിയിപ്പോൾ എങ്ങനെയാണ്? ഇത് 2 കൂടെ എടുക്കാം. അപ്പോൾ ഒത്തിരി ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വയ്ക്കാനായിട്ട് കഴിയുള്ളൂ. ഇത് റെഡിയാക്കിയിട്ട് ഞാൻ സെയിൽ ചെയ്യും കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയണേ. ഇത്രയും വയ്ക്കാനേ ചട്ടിയുള്ളൂ. ഇനിയും നിൽപ്പുണ്ട് ഒരു 3-4 അതിൻ്റെ കൂടെ തന്നെയാണ് ഒരു റോസ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ റോസ് നല്ലവണ്ണം വളരാനായിട്ട് ചാൻസ് ഇല്ല. അതാ നല്ല ലീഫൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കണം. ജമന്തി എല്ലാം മാറ്റുകയും വേണം. അപ്പോൾ ഇത്രയും നമുക്ക് കൊണ്ടുപോയി നട്ടിട്ട് വരാം. അതാ പിങ്കിക്കുട്ടി കൂടെ നടപ്പുണ്ട്. ഇതും അത് തന്നെ ജോലി. അതാ അവിടെ നിൽക്കുകയാണ്, മണം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് താഴെ കൊണ്ട് ഇതും കൂടി നടാം. കാരണം നല്ല ചെറുതാണ് കേട്ടോ. അതിലെങ്ങനെ വയ്ക്കുമെന്ന് അറിയില്ല. ഈ വലുതിനെ എടുത്ത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഇതിൽ 2 നിൽക്കുകയാണ്. അങ്ങ് ഒരുമിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഒന്ന് ചേർന്ന് നിൽക്കുന്നു. നോക്കട്ടെ 2 വയ്ക്കാൻ പറ്റുമെന്ന്. 2 സൈഡിലാക്കി വയ്ക്കാനേ. അപ്പം അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അങ്ങനെ എടുത്തു. ഇനി നമുക്ക് 2 സൈഡിലായിട്ട് ഇതിനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിന് വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് ഈ ജമന്തി എന്നൊക്കെ പറയുന്നത്. ഇത് 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ചട്ടിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരെണ്ണം വയ്ക്കാനേ അതിൽ സ്പേസ് ഉള്ളു കേട്ടോ. ഇതുകൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇനിയുള്ളത് 2 ചെറിയ ചട്ടിയാണ്. എന്നാലും നമുക്ക് വെച്ച് കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത് അല്പം ഒരു വലുതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു വലുത് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്തായാലും വെയിലത്ത് വയ്ക്കേണ്ട, 2 ദിവസം തണലത്തിരുന്നതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു കല്ലിരിക്കുന്നതിൻ്റെ അടിയിലെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലേക്ക് ഇതിനെ അങ്ങ് ഇറക്കി കൊടുക്കാം.
ചൂട് കൊണ്ട് ചിലപ്പോൾ ഒന്ന് വാടിപ്പോവും, എന്നാലും പിടിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇളക്കുന്നത് കാരണമേ മൂട് അനങ്ങിയില്ലേ, അതുകൊണ്ട്. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട് കേട്ടോ. അതിനി എവിടെ വയ്ക്കാനാ? അത് ഇതിൽ കൂടെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. 3 എണ്ണം ആയി ഇതിനകത്ത്. അതാണ് നമുക്ക് സ്പേസ് ഇല്ലാത്തത് കാരണം ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് വയ്ക്കാനും സ്ഥലമില്ല, അതുകൊണ്ട് ടബ് വാങ്ങാനായിട്ട് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് നിൽക്കും. ഇതിലൊരു വടി ഊന്നി കൊടുക്കണം. അതിനകത്തെല്ലാം ഹൈറ്റ് കൂടിയത് കൊണ്ടാണ് അത് മറിഞ്ഞു പോകുന്നത്. മുകളിലും അതെല്ലാം ഉണങ്ങിപ്പോയി. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ 2 നേരം വെള്ളം ഒഴിക്കേണ്ടി വരും മിക്കവാറും. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെയും ജോലികൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ഫ്ലവറൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.